നമസ്കാരം. വെൽക്കം ടു ഡയമണ്ട് സ്പോർട്സ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം എവേ മാച്ചാണ്. ഈസ്റ്റ് ബംഗാളുമായി വരുന്ന വെള്ളിയാഴ്ചയാണ് മത്സരം. കേരള ബ്ലാസ്റ്റേഴ്സിന് നിലവിൽ 21 പോയിൻറ്റുമായി 8ാം സ്ഥാനത്താണ്. ജയം അനിവാര്യമാണ്. ജയിച്ചാൽ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിന് പോയിൻ്റ് ടേബിളിൽ കയറി വരാനും സെമി സാധ്യത വർദ്ധിപ്പിക്കാനും സാധിക്കുകയുള്ളൂ. ഈസ്റ്റ് ബംഗാളിൻ്റെ പ്ലെയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ പ്ലെയേഴ്സും നല്ല പ്ലെയേഴ്സ് തന്നെയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ സീസണിൽ നല്ല പ്രകടനം കാഴ്ചവെച്ച പല ടീമുകളിലെയും പ്ലെയേഴ്സിനെ ഈസ്റ്റ് ബംഗാളിന് കൊണ്ടുവരാൻ സാധിച്ചു. പക്ഷേ നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ബംഗാളിന് കൊണ്ടുവന്ന പ്ലെയേഴ്സും അവരുടെ ആ സമയത്ത് നിലവിലുണ്ടായിരുന്ന പ്ലെയേഴ്സും ആരും ഫോമിലല്ല എന്ന പ്രശ്നമാണ് ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് തന്നെ ഡിമിട്രിയോസ് ഗോൾഡൻ ബൂട്ട് വിന്നറാണ്. കഴിഞ്ഞ സീസൺ ഡിമിട്രിയോസിനെ ഈസ്റ്റ് ബംഗാളിന് എടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ നല്ല ഒരു റെക്കോർഡ് തുകയ്ക്ക് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ജീക്സൺ സിംഗ് ഈസ്റ്റ് ബംഗാളിലേക്ക് പോയത്. പക്ഷേ ഇവരുൾപ്പെടുന്ന പ്ലെയേഴ്സ് ആരും തന്നെ നിലവിൽ ഫോമിലല്ല. പഴയ ഒരു കളി കാഴ്ചവെക്കാൻ അവർക്ക് ആർക്കും ഏത് പ്ലെയേഴ്സിനും ആരും കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് പ്രശ്നം. ഇത്രയെല്ലാം നല്ല പ്ലെയേഴ്സ് ഉണ്ടായിട്ടും അവർക്ക് ഇതുവരെ ഏറ്റവും കുറഞ്ഞ ഗോൾ തന്നെയാണ്. കുറഞ്ഞ ഗോൾ അടിച്ചതിൽ 3ാം സ്ഥാനമാണ്. 16 ഗോൾ അവർക്ക് അടിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ റെഡ് കാർഡ് വാങ്ങി കൂട്ടിയിട്ടുമുണ്ട്. അവരുടെ ആദ്യ 6 മാച്ചും തോൽവിയായിരുന്നു. അതിനുശേഷം അവർ കോച്ചിനെ മാറ്റി പുതിയ കോച്ചിനെ കൊണ്ടുവരുന്നു. പുതിയ കോച്ചിന് കീഴിൽ ആദ്യ മത്സരം സമനില നേടി. അതിനടുത്ത മത്സരം നോർത്ത് ഈസ്റ്റുമായുള്ള മത്സരമായിരുന്നു. അത് വിജയിക്കുന്നു. അതിനടുത്ത മത്സരം ചെന്നൈയുമായും വിജയിക്കുന്നു. പിന്നെ പഞ്ചാബുമായും ജംഷഡ്പൂരുമായും വിജയിച്ച് അവർ തിരിച്ചു വരുന്ന ഒരു ലാഞ്ചന കാണിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം അവസാനം കളിച്ച 4 മത്സരവും അതിൽ അവസാനത്തെ 3 മത്സരവും അവർക്ക് തോൽവിയായിരുന്നു. അങ്ങനെ അവർ പഴയ ആ ഒരു സ്ഥിതിയിലേക്ക് തന്നെയാണ് വീണ്ടും പോയിരിക്കുന്നത്. അവരുടെ ഫോർവേഡ്സായ ഡിമിട്രിയോസും ക്ലൈറ്റൺ സിൽവ ഫോമിലെത്തിയിട്ടില്ല. കഴിഞ്ഞ സീസണിൽ നല്ല കളിച്ച പ്ലെയേഴ്സാണ് ഇരുവരും. അതുകൂടാതെ അവർ പുതിയൊരു ഒരു ഫോർവേഡിനെ സൈൻ ചെയ്തിട്ടുണ്ട്. ഡേവിഡാണ്. അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിലാണ് ഈസ്റ്റ് ബംഗാളിന് വേണ്ടി കളിച്ചത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അദ്ദേഹം പെർഫോമൻസ് കാണിച്ചു. ഗോളെന്നുറച്ച നല്ല ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. പക്ഷേ നിർഭാഗ്യം കൊണ്ട് ഗോളായില്ല. അദ്ദേഹത്തെ ഈ കേരള ബ്ലാസ്റ്റേഴ്സ് സൂക്ഷിക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ കളി കാണുമ്പോൾ നല്ലൊരു ഡേഞ്ചർ പ്ലെയർ ആണെന്ന് എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ആദ്യ 11-ൽ ഡിമിയും ഡേവിഡും രണ്ടുപേരും ഇറങ്ങാനാണ് തന്നെ സാധ്യത. ഇത് അപകടകാരികളാണ്. ഇവർ ഫോമിലല്ല. എന്നല്ല ഇപ്പോൾ ഈ പ്ലെയേഴ്സെല്ലാം എപ്പോൾ ഫോമിലാകും. ഓൾറെഡി ഒത്തിരി തോൽവിയുമായി അവർ നല്ല ഒരു സ്ട്രഗിളിൽ നിൽക്കുന്ന ടീമാണ്. അവരുടെ ഹോം മാച്ചാണ്. മാക്സിമം അവർ ഫോമിലെത്തിക്കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അത് തലവേദനയാകും എന്ന് തന്നെ പറയാം. പിന്നെ ക്ലൈറ്റൺ സിൽവയും ഉണ്ട്. എന്തായാലും അവരുടെ ഫോർവേഡ് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നല്ല ഒരു പ്ലെയേഴ്സ് തന്നെയാണ്. ഫോമിലാവണം എന്ന് മാത്രമേ അവർക്ക് പ്രധാന വെല്ലുവിളിയായിട്ടുള്ളൂ. പിന്നെ വിങ്ങറായി വിഷ്ണു ഉണ്ട്. KBFCക്ക് എതിരെ ആദ്യ മത്സരത്തിൽ ഗോൾ അടിച്ചിരുന്ന പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ കുഴപ്പമില്ലാത്ത മൂവ്മെൻറ്റ്സ് എല്ലാം കാണുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന് ത്രെട്ട് കൊടുക്കാൻ പറ്റിയ പ്ലെയർ ഇതാണ്. മറ്റൊരു വിങ്ങറാണ് സെലീസാണ്. അദ്ദേഹവും അപകടകാരി തന്നെയാണ്. പിന്നെ അവരുടെ മിഡ്ഫീൽഡേഴ്സ് ജീക്സൺ സിംഗ്, മഹേഷും അവരും പഴയ ഫോമിലെത്തിയിട്ടില്ല. ശരാശരി പെർഫോമൻസ് മാത്രമാണ് അവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ഇതെല്ലാം ഈസ്റ്റ് ബംഗാളിനെ പ്രത്യേകിച്ച് പോരായ്മയായി നിലവിൽ ഉണ്ട്. അവർ ATK നിന്നും അൻവർ അലിയെ കൊണ്ടുവന്നിരുന്നു. അദ്ദേഹത്തെയും നല്ല റെക്കോർഡ് തുക തന്നെയാണ് കൊണ്ടുവന്നത്. അദ്ദേഹം കുഴപ്പമില്ലാതെ പെർഫോമൻസ് നടത്തുന്നുണ്ട്. എന്നാലും അവർക്ക് വിജയിക്കാനും കൂടുതൽ ഗോളും കൺവേർഷൻ വരുത്തുന്നുണ്ട്. അത് ഈസ്റ്റ് ബംഗാൾ ഇനിയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിനുള്ള മത്സരത്തിൽ ആരൊക്കെ ഫോമിലാകും എന്ന് ആശ്രയിച്ചായിരിക്കും അവരുടെ വിജയ സാധ്യത. കേരള ബ്ലാസ്റ്റേഴ്സിൽ നോക്കിയാൽ ഇപ്പോൾ നല്ല നിലവാരത്തിലാണ് KBFC കളിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ഒരു സന്തുലിതമായ ഡിഫൻസ് മിഡ്ഫീൽഡ് ആയാലും അറ്റാക്കിംഗ് ആയാലും ഒരു സന്തുലിതമായി കളിക്കുന്നുണ്ട്. പുതിയ പ്ലെയേഴ്സായ ലഗേറ്ററും യുമ്നം ഇവരെന്തായാലും ഫസ്റ്റ് 11-ൽ ഉണ്ടാവും എന്ന് തന്നെ കരുതാം. കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജീസസിനെ ഇറക്കാത്തത് 80ാം മിനിറ്റിലാണ് ഇറക്കിയത്. അദ്ദേഹത്തിന് ഗോൾ നേടാനും കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരുന്നില്ല. എന്തായാലും ഈ മത്സരത്തിലെങ്കിലും ജീസസിന് കൂടുതൽ സമയം
കൊടുക്കണം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാന പ്രശ്നങ്ങളായ ഡിഫൻസും ഗോൾ കീപ്പിങ്ങും ഒരു പരിധിവരെ കേരള ബ്ലാസ്റ്റേഴ്സ് നികത്തിയിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് 2-1 വിജയിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റിൽ അറിയിക്കേണ്ടതാണ്. ഈ ചാനലും വീഡിയോയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.